ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബേബി ഷവറിന് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ അത് പുങ്ങെന്ന് പറയും, പിന്നെ തമിഴ്നാട്ടിലൊക്കെ വളൈക്കാപ്പ് അങ്ങനെയാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. ആ ഒരു വേർഡല്ലേ ട്രെൻഡ്. അപ്പോൾ ഇവക്കിതാ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കിയാര കിയാര. അപ്പോൾ ഇവളുടെ ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതന്ന് ആ ബർത്ത്ഡേക്ക് കിട്ടിയ ബ്ലാക്ക് ഡ്രസ്സാണ്. നല്ല അടിപൊളിയുണ്ട് ഇവളെ കാണാൻ. അപ്പം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയുണ്ട്. അവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വന്നു. ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദിയുണ്ട്, അതിൻ്റെ പപ്പയും അതിൻ്റെ ഏട്ടനും ഉണ്ട്, പിന്നെ ചേച്ചിയും പിള്ളേരും ഉണ്ട്, പിന്നെ താറാൻറ്റിയും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരു വണ്ടിയിൽ പോവുകയാണ്. പിന്നെ ബാക്ക് വീട്ടിലത്തെ ഒരു ആൻറ്റിയും ഉണ്ട്. അപ്പോൾ കാസർഗോഡ് കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ വണ്ടി പോവില്ല എന്ന് പറഞ്ഞിട്ട് റോഡിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് പിന്നെയും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോം ടു ബി. അപ്പോൾ ആള് റെഡിയാവുകയാണ്. ഞാൻ കട്ടാക്കാതെ പിന്നെ ഇതാ വന്നവരൊക്കെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും വടയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ വട മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കിയാരയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാളെ ഞാൻ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ആൾ എന്നെയും കൊണ്ട് നടക്കുവാണ് കൈയും പിടിച്ചിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോട്ടോ കിട്ടിയിട്ടില്ല. അത്ര വലുത് വേണ്ട, ഒന്ന് മതി, സിംഗിള്. കല്യാണം കഴിഞ്ഞവർ ഇത് നിർബന്ധമായിട്ടും തലയിൽ വെക്കണം. അപ്പം അമ്മ എന്നെ നിർബന്ധിക്കുവാണ്. വേറെ ഇട്ട ഡ്രസ്സ് തന്നത് ഈ ചേച്ചിയാണ്. ഇതെന്റെ കസിനാണ്. അപ്പൊ ഈ ഒരു ചടങ്ങ് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അരിയിടും. അപ്പോൾ കാലൊക്കെ പിടിച്ചതിന് ശേഷം അവിടെ 5 വെറ്റിലയും കുറേ വെറ്റിലയും അടക്കയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു 5 എണ്ണവും വെറ്റില 5 എണ്ണവും പിന്നെ ഒരു അടക്കയും എടുത്തിട്ട് പോകണം. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ അവളെക്കാളും ചെറുതായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല.
കഴിഞ്ഞ സീറ്റ് ഫുള്ളായല്ലേ. Ruby, Ruby. Baik, baik. കുറെ നേരെ ഇവിടെ കുപ്പെടുന്നു. ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ടൈം കൊടുക്കുന്നത്. അയ്യോ അയ്യോ അവളുണ്ടല്ലോ നൊണ്ണല്ലി കണിയതു. അപ്പൊ 7 തരം പൂ വേണം തലയില്. വ്ളോഗ് അല്ലേ? ഞാൻ പോകുന്നില്ല. അല്ലേ പൊന്നിന്റെ വിളയായിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്തിനെ പൊട്ടണ്ട ആ ഇത് ബ്ലോക്ക് ആ എടുക്കാം.
അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ബേബി ഷവർ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചടങ്ങൊന്നും അതിലുണ്ടായിരുന്നില്ല. വളയിടുന്നതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. പിന്നെ അത് ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യാറില്ല. പിന്നെ വെറ്റിലയും അടക്കയും ഉള്ള ആ ഒരു ചടങ്ങും നമ്മളങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. കാരണം കാസർഗോഡ് മിക്ക ഭാഗത്തും ഇങ്ങനെയുള്ള ചടങ്ങുണ്ട്, പക്ഷെ ചില ഭാഗത്തൊക്കെ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളെ സൈഡിൽ ആ ഒരു ചടങ്ങ് വേണമെന്ന് നിർബന്ധം ചെയ്യുന്നവർ ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ. ഹസ്ബൻഡ് അങ്ങോട്ട് അങ്ങനെ ഒരു ചടങ്ങ് ഇല്ല. അപ്പോൾ അവർക്ക് ആ ഒരു ചടങ്ങിനെ പറ്റിയിട്ട് അറിയേയില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ നമ്മളത് വേണ്ടാന്ന് വെച്ചതായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അത് വേണ്ടാന്ന് തന്നെ തോന്നി. അപ്പോൾ എൻ്റെ ബേബി ഷവറിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ കിയാര ഇങ്ങനെ എല്ലാവരെയും മുഖം നോക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിതാ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഇവർ കഴിച്ചിട്ട് വേണം ബാക്കി എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഏട്ടൻ്റെവരും ഫുഡ് കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും സാമ്പാറും കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ചാറ് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല അടിപൊളിയും പായസവും കുടിച്ചു. അപ്പോൾ ഞാനും അമ്മായിയും എന്താ മാച്ചിങ് ആയിരുന്നു ഡ്രസ്സ്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് കിയാരൻ്റെ ഡ്രസ്സും ബാഗും ഒക്കെ. അപ്പോൾ കറക്റ്റ് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബേബി ഷവറിൻ്റെ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈല് അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിൽ ബോയ് ആണ് അടുത്തിരിക്കേണ്ടത്, ഇപ്പോൾ കസിൻ്റെയിൽ ഉള്ളതുപോലെ. പക്ഷെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ബോയ്സ് കുറവായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോളാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്.